ഫ്രഞ്ച് തെരഞ്ഞെടുപ്പ് ഫലത്തിൽ നിരാശ പരസ്യമാക്കി മുൻ ഇസ്രായേൽ മന്ത്രിയും പ്രതിപക്ഷ പാർട്ടിയായ ഇസ്രായേൽ ബെയ്തെനു നേതാവുമായ അവിഗ്ദോർ ലിബർമാൻ ഫ്രാൻസിലുള്ള ജൂതന്മാരോടെല്ലാം ഒട്ടും താമസിയാതെ തന്നെ ഇസ്രായേലിലേക്ക് കുടിയേറാൻ ആഹ്വാനം ചെയ്തിരിക്കുകയാണ് ലിബർമാൻ. തെരഞ്ഞെടുപ്പിൽ തീവ്ര വലതുപക്ഷ നേതാവ് മെറിൻ ലു പെന്നിന്റെ നാഷണൽ റാലി വൻ തിരിച്ചടി നേരിട്ടപ്പോൾ ഇടത് സഖ്യമായ ന്യൂ പീപ്പിൾസ് ഫ്രണ്ടാണ് NFP വൻ വിജയവുമായി എല്ലാവരെയും ഞെട്ടിച്ചത്. ഒട്ടും വൈകാതെ തന്നെ ഫ്രാൻസ് വിട്ട് ഇസ്രായേലിലേക്ക് കുടിയേറണമെന്നാണ് മുഴുവൻ ഫ്രഞ്ച് ജൂതന്മാരോടും ആഹ്വാനം ചെയ്യാനുള്ളതെന്ന് തെരഞ്ഞെടുപ്പ് ഫല സൂചനകൾ പുറത്തുവന്നതിന് പിന്നാലെ ലിബർമാൻ പറഞ്ഞു. ന്യൂ പീപ്പിൾസ് ഫ്രണ്ട് നേതാവ് ലൂക്ക് മെലൻഷൻ ജൂതന്മാർക്കും ഇസ്രായേലിനുമെതിരായ പ്രസ്താവനകൾക്ക് പേരുകേട്ടയാളാണ്. തനി സെമീറ്റിക് വിരുദ്ധത കൊണ്ടു നടക്കുന്ന പാർട്ടിയാണ് അദ്ദേഹത്തിന്റേത്. ഇസ്രായേലിനോട് കടുത്ത വിദ്വേഷവും പുലർത്തുന്ന പാർട്ടിയാണിതെന്നും ലിബർമാൻ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുമെന്നത് NFPയുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു. ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾ ശക്തമായി എതിർക്കുന്നു. സഖ്യത്തിലെ പ്രധാന പാർട്ടിയായ ഫ്രാൻസ് അൻബൌഡും പാർട്ടി നേതാവ് മെലൻഷനും സഖ്യത്തിന്റെ മുന്നേറ്റത്തിന് പിന്നിലെ പലസ്തീൻ പതാക ഉയർത്തി നടന്ന വിജയാഘോഷത്തിനെതിരെ ഇസ്രായേൽ നേതാക്കൾ രംഗത്തെത്തിയിരുന്നു. വോട്ടെടുപ്പിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണിന്റെ എൻസെമ്പിൾ സഖ്യത്തെയും പിറകിലാക്കിയാണ് NFPയുടെ ഈ മുന്നേറ്റം. 188 സീറ്റാണ് സഖ്യം നേടിയത്. എൻസെമ്പിളിന് ലഭിച്ചത് 161 സീറ്റും. തീവ്ര വലതുപക്ഷ പാർട്ടിയായ നാഷണൽ റാലി 142 സീറ്റുമായി മൂന്നാം സ്ഥാനത്തെത്തി. ആദ്യഘട്ട തെരഞ്ഞെടുപ്പിൽ അപ്രതീക്ഷിത മുന്നേറ്റം കാഴ്ചവെച്ച ശേഷമായിരുന്നു നാഷണൽ റാലിക്ക് തിരിച്ചടിയേറ്റത്. അതേസമയം ഇസ്രായേൽ ഹമാസ് യുദ്ധം ഏറെ കലുഷിതമായി ഇപ്പോഴും തുടരുന്നു. ഗാസയിൽ ഒക്ടോബർ 7 ശേഷമുള്ള ഇസ്രായേൽ ആക്രമണത്തിൽ ഇതുവരെ കൊല്ലപ്പെട്ടിരിക്കുന്നത് 38,193 പേരാണ് എന്നാണ് ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കുകളിലൂടെ വ്യക്തമാകുന്നത്. എന്നാൽ യുദ്ധം കാരണം ഏകദേശം 1,86,000 പേരെങ്കിലും മരിച്ചിട്ടുണ്ടെന്ന് ലണ്ടൻ ആസ്ഥാനമായുള്ള ദ ലാൻസെറ്റ് ജേണൽ പ്രസിദ്ധീകരിച്ച പഠനത്തിൽ വ്യക്തമാക്കുന്നു. തകർന്ന കെട്ടിടങ്ങൾക്കിടയിലും മറ്റും അവശിഷ്ടങ്ങൾക്കിടയിലുമായൊക്കെ നിരവധി പേരാണ് മരിച്ചു കിടക്കുന്നത്. ആരോഗ്യ സംവിധാനങ്ങൾ താറുമാറായതോടെ നിരവധി പേർ ചികിത്സ ലഭിക്കാതെ മരണപ്പെട്ടു. കൂടാതെ ഭക്ഷണവും മറ്റ് സൗകര്യങ്ങളുടെ അഭാവവും കാരണം നിരവധി പേർക്ക് ജീവനും നഷ്ടമായി. ഈ വിവരങ്ങളൊക്കെയും സർക്കാരിന്റെ ഔദ്യോഗിക കണക്കുകളിൽ ഇല്ലാത്തതാണ്. ഇസ്രായേൽ ആക്രമണം നേരിട്ട് ആഘാതമുണ്ടാക്കുന്നതിന് പുറമെ പരോക്ഷമായ ആരോഗ്യ പ്രശ്നങ്ങളും സൃഷ്ടിക്കുന്നുണ്ടെന്ന് പഠനങ്ങളിലൂടെ വ്യക്തമാക്കുന്നു. ഉടനടി യുദ്ധം അവസാനിച്ചാലും പലവിധ അസുഖങ്ങളും മറ്റും കാരണം വരും മാസങ്ങളിലും വർഷങ്ങളിലുമെല്ലാം യുദ്ധം മൂലമുള്ള മരണങ്ങൾ തുടരുക തന്നെ ചെയ്യും. ഗാസയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ തകർന്നതിനാൽ മരണസംഖ്യ വളരെ കൂടുതലാകുമെന്ന് പഠനങ്ങൾ പറയുന്നു. ഭക്ഷണം, വെള്ളം, പാർപ്പിട സൗകര്യം എന്നിവയ്ക്കെല്ലാം ക്ഷാമമാണ്. കൂടാതെ വിവിധ രാജ്യങ്ങളിൽ പലസ്തീൻ അഭയാർത്ഥികൾക്കായുള്ള UN ഏജൻസിക്കുള്ള ഫണ്ട് വെട്ടിക്കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിലുള്ള സംഘർഷത്തിൽ നേരിട്ടുള്ള മരണത്തെക്കാൾ 3 മുതൽ 15 വരെ ഇരട്ടിയാണ് പരോക്ഷ മരണങ്ങൾ. അതിനാൽ തന്നെ 1.86 ലക്ഷത്തിന് മുകളിൽ ആളുകൾ മരിച്ചതായി പഠനം കണ്ടെത്തിയിരുന്നു. ഇത് യുദ്ധത്തിന് മുമ്പുള്ള ഗാസയിലെ ജനസംഖ്യയുടെ 8% വരും. 23 ലക്ഷമായിരുന്നു ഗാസയിലെ ജനസംഖ്യ. യുദ്ധത്തിലെ യഥാർത്ഥ നാശനഷ്ടങ്ങളും മരണസംഖ്യയും രേഖപ്പെടുത്തേണ്ടത് ചരിത്രപരമായ ഉത്തരവാദിത്തമാണെന്നും പഠനം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഗാസ മുനമ്പിൽ അടിയന്തര വെടിനിർത്തൽ അത്യാവശ്യമാണ്. ഇതോടൊപ്പം ആരോഗ്യ സേവനങ്ങൾ, ഭക്ഷണം, ശുദ്ധമായ വെള്ളം തുടങ്ങിയ മാനുഷിക ആവശ്യങ്ങൾ എത്തിക്കണമെന്നും ജേണൽ കൂട്ടിച്ചേർത്തു. 1823 ഇംഗ്ലണ്ടിൽ പ്രസിദ്ധീകരണം ആരംഭിച്ച ജനറൽ മെഡിക്കൽ ജേണലാണ് ദ ലാൻസെറ്റ്. ലോകത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുന്ന അക്കാദമിക് ജേണലുകൾ ഒന്നുകൂടിയാണ് ഇത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.